നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, വയനാട്, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഇന്ന് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. വേലൂരിൽ കാറ്റിൽ മരങ്ങൾ വീണ് വ്യാപക നാശനഷ്ടം. തിങ്കളാഴ്ച രാത്രി 7:30-നാണ് ശക്തമായ ചുഴലിക്കാറ്റ് വീശിയത്. വിവിധ മേഖലകളിൽ 100-ലധികം മരങ്ങളാണ് കടപുഴകി വീണത്. സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൻമരം കടപുഴകി. നാശനഷ്ടങ്ങളൊന്നുമില്ല. വേലൂർ പഞ്ചായത്തിന് പിറകുവശത്ത് ലൈഫ് പദ്ധതിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് മുകളിൽ പനകൾ കടപുഴകി വീണു. മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി മേഖലയിൽ വ്യാപക നാശനഷ്ടം. എരുമപ്പെട്ടി, ശങ്കരൻകാവ്, കുണ്ടന്നൂർ, നെല്ലുവായ്, കാഞ്ഞിരക്കോട്, മങ്ങാട് എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപുഴകിയും പൊട്ടിയും വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. കുണ്ടന്നൂർ വെള്ളക്കുന്ന് കാട്ടുകുളങ്ങര കാർത്തിയാനിയുടെ വീടിന്റെയും തൊഴുത്തിന്റെയും മുകളിലേക്ക് അയൽവാസിയുടെ പറമ്പിലെ പന പൊട്ടി വീണു. തൊഴുത്തിൽ നിന്നിരുന്ന പശുവിന് പരിക്കേറ്റു. തൊഴുത്ത് പൂർണ്ണമായും വീടിന്റെ മേൽക്കൂര ഭാഗികമായും തകരുകയും ചെയ്തു. നെല്ലുവായ് മുരിങ്ങത്തേരിയിൽ റോഡിനു കുറുകെ തേക്കുമരം കടപുഴകി വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി വൈദ്യുതി ബന്ധം തകരാറിലായി. കാഞ്ഞിരക്കോട് കൊരട്ടിയാക്കുന്ന് അങ്കണവാടി റോഡിൽ മരം പൊട്ടിവീണ് വൈദ്യുതി ബന്ധം നിലച്ചു. മങ്ങാട് ചാത്തൻകുളം ചിറ്റണ്ട റോഡിൽ വനാതിർത്തിയിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം തകരാറിലാകുകയും ചെയ്തു. നെല്ലുവായ് മുണ്ടങ്കോട് മുളക്കൂട്ടം പൊട്ടി വീടിന് മുകളിലേക്കും റോഡിലേക്കും വീണു. പ്രദേശത്തെ വൈദ്യുതി ബന്ധം നിലച്ചു. വേലൂർ 14-ാം വാർഡിൽ സുരേഷിന്റെ വീടിന് മുകളിലേക്ക് പുളിമരം കടപുഴകി വീണ് വീട് തകർന്നു. ആർക്കും പരിക്കില്ല. ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നെടിയടത്ത് സുബ്രഹ്മണ്യന്റെ വീട്ടിലെ കിണറാണ് ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടുകൂടി ഇടിഞ്ഞു താഴ്ന്നത്. ആഴ്ചകൾക്ക് മുമ്പ് നിർമ്മിച്ച കിണറാണ് മഴയിലിടിഞ്ഞത്. കനത്ത മഴയിൽ നെല്ലുവായിൽ മരം വീണ് വീട് തകർന്നു. നെല്ലുവായ് തെക്കുമുറിയിൽ പ്രശസ്ത ആർട്ടിസ്റ്റ് സദൻ നിത്യ ദമ്പതികളുടെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിനരികിൽ നിന്നിരുന്ന പ്ലാവ് കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വൈദ്യുതി ഉപകരണങ്ങളും ഗൃഹോപകരണങ്ങളും നശിച്ചു. തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി പഴവൂർ ഇടക്കുന്നിയിൽ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എരുമപ്പെട്ടി മേഖലയിൽ നിന്നുള്ള എളുപ്പമാർഗമാണിത്. പഴവൂർ ഇടക്കുന്നി വനാതിർത്തിയിലുള്ള മുളംകൂട്ടവും വലിയ പറങ്കിമാവുമാണ് റോഡിലേക്ക് കടപുഴകി വീണത്. ഇന്ന് രാവിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി റോഡ് ഗതാഗതയോഗ്യമാക്കി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറ റോഡ് ഉദ്ഘാടനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. നബാർഡിന്റെ 5.6 കോടി രൂപ ചെലവഴിച്ചാണ് 3.430 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കഴിഞ്ഞ 9 വർഷമായിട്ട് നമ്മുടെ ഈ മണ്ഡലത്തിലെ സകല റോഡുകളും ഉന്നത നിലവാരത്തിൽ പണിയെടുപ്പിക്കാൻ വേണ്ടി മണ്ഡലത്തിലേപ്പെട്ട MLA മന്ത്രിയുമായുള്ള ശ്രീ KC ശ്രമിച്ചു. അതുകൊണ്ടാണ് ഈ നേട്ടം, വികസനം നമുക്ക് നാടിന് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇനിയും ഒട്ടേറെ നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഈ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 9 വർഷം പിന്നീട് 10-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുക. ഈ 10 വർഷക്കാലത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
അവരെ ഒരു കാലത്ത് നമ്മളെല്ലാം ആഗ്രഹിച്ചതിൻ്റെ പരാതിയായിട്ട് നടക്കുകയാണ്. പരാതികൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയുന്നില്ല. എന്നാൽ 13 കലുങ്കുകൾ, 850 മീറ്റർ ഡ്രെയിൻ, 600 മീറ്റർ പാർശ്വഭിത്തി സംരക്ഷണം, റോഡ് സുരക്ഷാ ലൈൻ, റോഡ് സുരക്ഷാ ബോർഡുകൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. AC മൊയ്തീൻ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് റോഡിന്റെ നിർവഹണം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹിച്ചിരിക്കുന്നത്. നബാർഡ് അനുവദിക്കുന്ന 80% തുകയ്ക്ക് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വിഹിതങ്ങളും MLAയുടെ ആസ്തി വികസന പദ്ധതിയിലെ വകയിരുത്തലും ചേർത്താണ് പദ്ധതി പൂർത്തീകരിച്ചത്. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് പണം തട്ടിപ്പു കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ED പ്രതി ചേർത്ത AC മൊയ്തീൻ MLAയും K രാധാകൃഷ്ണൻ MPയും ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദ്രപ്രകാശ് ഇടമന, NK കബീർ, K ഗോവിന്ദൻകുട്ടി, MA ഉസ്മാൻ, അജു നെല്ലുവായി, MC ഏജു, CG ജോൺ, റീന വർഗീസ്, PS സുനീഷ്, സതി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്തെ പ്രധാന സാംസ്കാരിക സംഘടനയായ ഫെയ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കുന്നംകുളം ലിവ ടവറിൽ വെച്ചു നടന്ന യോഗത്തിൽ പ്രസിഡന്റ് VK ശ്രീരാമൻ അധ്യക്ഷനായി. ട്രഷറർ PS ഷാനു വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ഫെയ്സിന്റെ പുതിയ ഭാരവാഹികളായി VK ശ്രീരാമൻ പ്രസിഡന്റ്, PG ജയപ്രകാശ്, KA അസി വൈസ് പ്രസിഡന്റുമാർ, C മോഹനൻ സെക്രട്ടറി, ജോഷി ജോസഫ്, K അർഷാദ് ജോയിന്റ് സെക്രട്ടറിമാർ, PS ഷാനു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധനും കുന്നംകുളം സ്വദേശിയുമായ ശിവദാസൻ മാസ്റ്റർക്കായി ജൂൺ മാസത്തിൽ ആദരണ പരിപാടി സംഘടിപ്പിക്കും. ഫെയ്സിന്റെ കീഴിൽ വനിതാ വിഭാഗം രൂപീകരിക്കാനും വാർഷിക പൊതുയോഗം തീരുമാനിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലോത്സവം നടത്തി. പൊന്നിയൂർക്കുളം സംസ്കാര GCCയിൽ വെച്ചു നടത്തിയ പരിപാടി പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സുബിത അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായി. KSSBU ജില്ലാ ജോയിന്റ് സെക്രട്ടറി സോമൻ മാസ്റ്റർ ശാസ്ത്ര ക്ലാസ് നയിച്ചു. സിനിമാ നാടക നടൻ അഖിലേഷ് തയ്യൂർ ശാസ്ത്ര നാടകാവതരണം നടത്തി. പരിഷത്ത് പ്രവർത്തകൻ A ശ്രീകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ബാലവേദി യൂണിറ്റ് സെക്രട്ടറി M ശ്രീനിവാസൻ സ്വാഗതവും കൺവീനർ ദിനേശൻ മേനോത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് കമല സുരയ്യ സ്മാരക മന്ദിരം സന്ദർശിച്ചു. ഗുഡ് ന്യൂസ് സൗഹൃദ സമിതിയുടെ നേതൃത്വത്തിൽ 100ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC+2 മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും കുന്നംകുളത്ത് നടന്നു. ആദരണീയം പരിപാടി K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റി നൽകുന്ന ചികിത്സാ ഭവന നിർമ്മാണ സഹായ വിതരണം ഗുഡ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സജി മത്തായി കാതേട്ട് നിർവഹിച്ചു. ഉന്നത വിജയികൾക്ക് MP മൊമന്റോകൾ നൽകി ആദരിച്ചു. ചടങ്ങിൽ സമിതി പ്രസിഡന്റ് പാസ്റ്റർ MG ഇമ്മാനുവേൽ അധ്യക്ഷത വഹിച്ചു. IPC സെന്റർ പാസ്റ്റർ സാം വർഗീസ്, ചർച്ച് ഓഫ് ഗോഡ് സൗത്ത് ഇന്ത്യ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം പാസ്റ്റർ അനിൽ തിമോത്തി, പാസ്റ്റർ EG ജോസ്, പാസ്റ്റർ കുര്യാക്കോസ് ചക്രമകിൽ, പെരുമ്പടപ്പ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുനിൽ, ഷാജൻ മുട്ടത്ത് തുടങ്ങിയവർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സജി മത്തായി കാതേട്ട്, പാസ്റ്റർ സാം വർഗീസ്, ഡോക്ടർ സാജൻ C ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷികം കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ചെറുക്കൽ സെന്ററിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, VK മുഹമ്മദ്, MA അബ്ദുൾ റഷീദ്, സോണി സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. നേതാക്കളും പ്രവർത്തകരും നെഹ്റുവിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി. വളർത്തുനായയെ കാണാതായതായി പരാതി. കടിക്കാട് വേണുനഗർ റോഡിൽ കാട്ടാമ്പിൽ സിജിയുടെ പപ്പി എന്ന് വിളിക്കുന്ന നാടൻ ഇനത്തിൽപ്പെട്ട നായയെയാണ് കഴിഞ്ഞ 24-ാം തീയതി ശനിയാഴ്ച മുതൽ കാണാതായത്. തവിട്ടു നിറത്തിലുള്ള നായയുടെ കഴുത്തിൽ സ്റ്റീൽ ചെയിനുണ്ട്. കണ്ടുകിട്ടാൻ സഹായിക്കുന്നവർക്ക് 5000 രൂപ പാരിതോഷികം നൽകുമെന്നും ഉടമസ്ഥ അറിയിച്ചു. കണ്ടുകിട്ടുന്നവർ 800894481000 9745322514 എന്നീ നമ്പറുകളിൽ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.